അന്തം കമ്മിക്കൊരുമ്മ ആലുവ പ്രതിക്ക് തൂക്കുകയർ. ഇതാണ് ഞങ്ങ പറഞ്ഞ നവചോരളം. കഴിഞ്ഞ ശിശുദിനത്തിൽ വന്ന ആലുവ വിധി കുഞ്ഞുങ്ങൾക്ക് നേരെ അതിക്രമം കാട്ടുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ച് കൃത്യം ഒരു മാസത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 14-നാണ് കട്ടപ്പനയിലെ അതിവേഗ സ്പെഷ്യൽ കോടതി സമാന കുറ്റങ്ങളുള്ള വണ്ടിപ്പെരിയാർ കേസിൽ വിധി പ്രസ്താവിച്ചത്. പക്ഷേ ആലുവയിലെ 5 വയസ്സുകാരുടെ കേസിൽ ബീഹാർ സ്വദേശി അസ്വാഖ് ആലത്തിന് തൂക്കുകയർ നൽകിയ കുറ്റങ്ങളൊന്നും വണ്ടിപ്പെരിയാറ്റിലെ 5.5 വയസ്സുകാരുടെ കേസിൽ തെളിയിക്കുവാൻ അന്തം കമ്മി അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും കഴിഞ്ഞില്ല. ഈ 2 കേസുകളിലെയും പ്രതികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അസ്വാഖ് ആലം ഡിവൈഎഫ്ഐ നേതാവല്ലായിരുന്നു. എന്നാൽ വണ്ടിപ്പെരിയാറ്റിൽ ആ 5.5 വയസ്സുകാരിയെ 3 വയസ്സ് മുതൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന 22-കാരനായ ആ മനുഷ്യമൃഗം അർജുൻ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു. ആലുവ കേസിൽ 26 ദിവസം കൊണ്ട് അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കി എറണാകുളം പോക്സോ കോടതി അതിവേഗം വിധി പ്രസ്താവിച്ചു. കൊലപാതകം, ബലാത്സംഗം അടക്കം 16 വകുപ്പുകൾ ചുമത്തിയ 28-കാരനായ പ്രതിക്ക് ജഡ്ജ് കെ സോമൻ 2023 നവംബർ 14-ന് വധശിക്ഷ വിധിച്ചു. എന്നാൽ 21-കാരനായ ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 598/2021 പ്രതിയായ അർജുനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2028 മാർച്ച് 24-ന് വിചാരണ ആരംഭിച്ച കേസിൽ കൊലപാതകവും ബലാത്സംഗവും സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കട്ടപ്പന സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജു വിലയിരുത്തി. കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിനു ശേഷം വന്ന വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അന്നത്തെ വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ TD സുനിൽകുമാറിന്റെ കേസിൽ ഗുരുതര വീഴ്ച പറ്റിയതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. മിഠായിയും ഭക്ഷണ സാധനങ്ങളും മറ്റും നൽകി സ്നേഹത്തോടെ പെരുമാറിയ പ്രതി പെൺകുട്ടിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതൽ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും ലഭിക്കുകയുണ്ടായി. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈ നരാധവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് എല്ലാം പാളിപ്പോയി. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന മനുഷ്യമൃഗത്തെക്കാളും നികൃഷ്ടനാണ് പോലീസ് സേനയ്ക്ക് മൊത്തം കളങ്കമായ ഈ നീചൻ. ഇവന്റെ 5 വയസ്സായ മകളെ ഇതുപോലെ കൊന്നു കെട്ടിത്തൂക്കിയിരുന്നു എങ്കിൽ ഇവൻ ഇതേ സമീപനമായിരുന്നു അവിടെയും സ്വീകരിക്കുക. മണർകാട് പാപ്പന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന MMJ ചുരക്കുളം എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളായ ദമ്പതികളുടെ 5.5 വയസ്സായ പെൺകുട്ടിയെ ഇതേ ലയത്തിലെ അന്തേവാസിയായ 21-കാരനായ അർജുൻ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി എന്നതായിരുന്നു കേസ്. MMJയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ ചുരക്കുളം എസ്റ്റേറ്റ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയും ശ്രീധന്യ കൺസ്ട്രക്ഷൻ ഉടമയും മുൻ SNDP നേതാവുമായ കിളിമാനൂർ ചന്ദ്രബാബുവിന്റെ ഉടമസ്ഥതയിലാണ്. അദ്ദേഹം 1.5 കൊല്ലത്തിന് മുമ്പ് 38 കോടി രൂപയ്ക്ക് 515 ഏക്കറുള്ള 3 ഡിവിഷനുകളിലായുള്ള ഈ എസ്റ്റേറ്റ് ലേലത്തിൽ പിടിക്കുകയായിരുന്നു. കുട്ടി ഷാളയിൽ തൂങ്ങി മരിച്ചതല്ലേ? എന്തിനാണ് കേസെടുക്കുന്നത്? എന്തിനാണ് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്നത്? അവൾ കുഞ്ഞല്ലേ എന്ന് പ്രതി 1-ാം സാക്ഷിയോട് ചോദിച്ചിരുന്നതായി വിധിപ്പകർപ്പിലുണ്ട്. കുഞ്ഞിന്റെ സംസ്കാരശേഷം മറ്റാരേക്കായാലും അധികം കരഞ്ഞ പ്രതി ഒരു തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് 1-ാം സാക്ഷിയോട് പറഞ്ഞതായും വിധിയിലുണ്ട്. 78 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾക്കായി സംഭവ പരമ്പര മുറിഞ്ഞു പോകാത്ത തരത്തിൽ കോർത്തിണക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് കോടതി വിലയിരുത്തി. അന്വേഷണം അട്ടിമറിച്ച, എല്ലാ തെളിവുകളും നശിപ്പിച്ച, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാതെ പ്രതിക്ക് കോടതിയിൽ രക്ഷപ്പെടുവാനുള്ള എല്ലാ അവസരവും ഈ കാക്കിയിട്ട നരാധമൻ ഉണ്ടാക്കി. അന്വേഷണത്തിലെ പാളിച്ചകൾ ഡിഫെക്ട്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന തലക്കെട്ടിൽ 4 പേജുകളിലായി 8 പോയിന്റുകളിലായി പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെളിവ് ശേഖരിക്കുന്നതിൽ വൻ വീഴ്ചയുണ്ടായി എന്നതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത തന്നെ സംശയകരമാണെന്നും കോടതി പറയുന്നു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അധികം അകലെയല്ല ചുരക്കുളം എസ്റ്റേറ്റ്. മാതാപിതാക്കൾ അവിടുത്തെ തോട്ടം തൊഴിലാളികളായിരുന്നു എന്ന് ഞാൻ മുൻപേ സൂചിപ്പിച്ചു. പെൺകുഞ്ഞിന്റെ ജഡം ലയത്തിലെ മുറിയിൽ കണ്ടെത്തിയത് 2021 ജൂൺ 30-നാണ്. ഇതേ ലയത്തിലെ താമസക്കാരനായിരുന്നു പ്രതിയും. കുടുംബം പൂജാമുറിയായി ഉപയോഗിച്ചിരുന്ന മുറിയിലാണ് കെട്ടിത്തൂക്കിയ നിലയിൽ ജഡം കണ്ടെത്തിയത്. കൊലപാതകം നടന്ന് 1 ദിവസം കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയത് എന്ന് കോടതി വിധിപ്പകർപ്പിൽ പറയുന്നു. വിരലടയാള വിദഗ്ധരെ കൊണ്ട് സംഭവസ്ഥലം പരിശോധിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ യാതൊരു ശ്രദ്ധയുമില്ലാതെ തെളിവുകൾ സൂക്ഷിച്ചു എന്നും ശാസ്ത്രീയമായ തെളിവുകൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കോടതി വിധിപ്പകർപ്പിൽ പറയുന്നു. അന്വേഷണത്തിലുടനീളം അലസമായ നിലപാടെടുത്തതും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കൗശലവും ബുദ്ധിവൈഭവവും ഇല്ലാതെ തെളിവ് ശേഖരണത്തിന് അശാസ്ത്രീയവുമായ മാർഗങ്ങൾ സ്വീകരിച്ചതും
കേസിലെ കണിശതയോടെയും കൃത്യതയോടെയുമുള്ള തെളിവ് ശേഖരണത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പിന്നോക്ക വിഭാഗത്തിലുള്ള ഒരു കുട്ടി ഇത്തരത്തിൽ ലൈംഗികാതിക്രമത്തിനിരയായി മരണം സംഭവിക്കുമ്പോൾ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണമെന്നിരിക്കെ എങ്ങനെയാണ് CI റാങ്കിലുള്ള TD സുനിൽകുമാറിനെ അന്വേഷണം ഏൽപ്പിച്ചത്? ഇദ്ദേഹം ഇത്രയും മണ്ടനാണെങ്കിൽ ഇയാൾ കോപ്പിയടിച്ച് സർവീസിൽ കയറിയ അന്തംഗമ്മിയാണോ എന്ന് അന്വേഷണം നടത്തണം. അല്ല പൊട്ടനാണെങ്കിൽ ഇയാളെ സർവീസിൽ നിന്നും എത്രയും വേഗം പിരിച്ചുവിടണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാളിച്ചകൾ ഇനിയും സംഭവിക്കും. അതല്ല, വെറും അന്തംഗമ്മിയായതുകൊണ്ട് DYFI നേതാവിനെ രക്ഷിക്കുവാൻ കേസിൽ അലംഭാവം കാണിച്ചതാണെങ്കിൽ ഇയാളെ പറഞ്ഞുവിട്ട് പിണറായിയുടെ ചന്തി കഴുകി കൊടുക്കുന്ന പണിക്ക് നിർത്തുകയാണ് വേണ്ടുന്നത്. ഇവനെയൊന്നും ആ പദവിയിൽ വെച്ചു വാഴിക്കുന്നത് അപകടകരമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുപോലെയുള്ള മണ്ടത്തരം കാണിക്കാതിരിക്കുവാൻ കേരളത്തിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രമുഖ ഫോറൻസിക് സർജനും മെഡിക്കോ ലീഗൽ എക്സ്പേർട്ടുമായ ഡോക്ടർ B ഉമാദത്തൻ രചിച്ച കുറ്റാന്വേഷണത്തിലെ വൈദ്യശാസ്ത്രം എന്ന ഫോറൻസിക് മെഡിസിൻ സംബന്ധിച്ച സമഗ്രവും ആധികാരികവുമായ ഗ്രന്ഥം വായിച്ചു പഠിക്കുവാൻ കൊടുക്കണം. ഏത് പോലീസുകാരനും വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയിലാണ് അദ്ദേഹം ആ ബുക്ക് രചിച്ചിരിക്കുന്നത്. ഇത്തരം പീഡനങ്ങൾ നടന്നാൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, തെളിവുകൾ എങ്ങനെ ശേഖരിക്കണം, പ്രേതവിചാരണ എങ്ങനെ നടത്തണം, ശരീരഭാഗങ്ങളുടെ കളറും ക്ഷതങ്ങളുടെ രീതിയും കണ്ടെങ്ങനെ അനുമാനത്തിലെത്താം, രക്തക്കറയും ശ്രമങ്ങളും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, സ്രവങ്ങൾ പറ്റിയ തുണി സീൽ ചെയ്ത് സൂക്ഷിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ ഉണക്കണം, സാമ്പിളുകൾ മാറ്റാതിരിക്കുവാൻ എങ്ങനെ സീൽ ചെയ്യണം എന്നൊക്കെ ആ ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊക്കെ വായിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഇവരെക്കായാലും ബോധമുണ്ട് എന്നുള്ളതാണ് വസ്തുത. വിധി വന്നതോടെ കേസിലുണ്ടായ പിഴവുകളും അട്ടിമറിയുമെല്ലാം പുറത്തായതോടെ സംഭവം വീണ്ടും വൻ വിവാദമായി. വണ്ടിപ്പെരിയാറ്റിൽ വമ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ വണ്ടിപ്പെരിയാർ ലോക്കൽ സെക്രട്ടറി MK മോഹനൻ പാർട്ടി പ്രതിരോധത്തിലാണ്, എല്ലാവരും ഇറങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഹാക്കൾക്ക് ഗ്രൂപ്പിൽ അയച്ച ആ സന്ദേശം കേൾക്കുക. പ്രിയപ്പെട്ട സഹാക്കളെ, ഇന്നലെ വന്ന കോടതി വിധി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അത് കോൺഗ്രസ്സുകാരും BJPക്കാരും രാഷ്ട്രീയമായി നമുക്കെതിരെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ വലിയ സംഘർഷം വണ്ടിപ്പെരിയാറ്റിൽ അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. നമ്മൾ ഇന്നലെ പ്രകടനം നടത്തിയിരുന്നു. പക്ഷെ അത് പോരാ. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. തുടർന്ന് വൈകുന്നേരം വണ്ടിപ്പെരിയാർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും എൽസി മെമ്പർമാരും പരമാവധി ഇടപെട്ട് ആളുകളെ എത്തിക്കണം. ഇന്നലത്തെ പരിപാടിയിലും ഇത്തരം അറിയിപ്പ് തന്നിട്ട് സ്ഥലത്തുണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ പല സഖാക്കളും പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഓർക്കണം. രാഷ്ട്രീയമായി നമ്മുടെ പാർട്ടി പ്രതിരോധത്തിലാകുമ്പം പാർട്ടിയെ സംരക്ഷിക്കാൻ പാർട്ടിക്കൊപ്പം നിൽക്കേണ്ടവരാണ് പാർട്ടി മെമ്പർമാർ. ആ ഒരു ബോധ്യം ആദ്യം നമ്മുടെ നേതാക്കന്മാരായ സഖാക്കൾക്കുണ്ടാവണം. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നത്തെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരം പരമാവധി ആളുകൾ പ്രകടനത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തെ ഉറപ്പുവരുത്തണം. പ്രകടനത്തിൻ്റെ സമയം യോഗത്തിന് ശേഷം എല്ലാവരും വിളിച്ചറിയിക്കുന്നതാണ്. വിവരം അറിഞ്ഞിരിക്കുക. പരമാവധി എല്ലാ പാർട്ടി മെമ്പർമാരെയും വിളിച്ചറിയിക്കുക. പങ്കെടുപ്പിക്കാൻ കഴിയുന്ന അത്ര സഖാക്കളെ പങ്കെടുപ്പിക്കുക. ഈ കാര്യത്തിലൊന്ന് ഗൗരവപൂർവമായ ശ്രദ്ധ ഉണ്ടാവണമെന്നറിയിക്കുന്നു. കൊലപ്പുള്ളി രക്ഷപ്പെടുമ്പോൾ എങ്ങനെയാണ് പാർട്ടി പ്രതിരോധത്തിലാകുന്നത് എന്നറിയുവാൻ ഞാൻ MK മോഹനെ വിളിക്കുകയുണ്ടായി. നമസ്കാരം, MK മോഹൻ അല്ലേ? അതെ. എന്റെ പേര് സുനിൽ മാത്യു എന്നാണ്. ഞാൻ അങ്ങയുടെ ഒരു വോയിസ് ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെട്ടെ. ഏതാണ്? നമ്മുടെ ആ മറ്റേ വണ്ടിപ്പെരിയാർ ഇഷ്യൂല് ആ പെൺകുട്ടി മരിച്ച വിഷയത്തില് അതെ അതെ നമ്മുടെ സഹാക്കന്മാർക്ക് അയച്ചേക്കുന്ന ഒരു ക്ലിപ്പാണെന്ന് തോന്നുന്നത്. അന്നേരം അതിൽ പരാമർശിക്കുന്നതാണ് നമ്മുടെ പാർട്ടി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാണ് എന്നൊരു പരാമർശം അതിൽ കേട്ടു. അന്നേരം അതില് ഈ ഒരു അതായത് ഒരു പോക്സോ കേസിൽ പ്രതിയായ ഒരാള് ഒരു ഇഷ്യൂ ആകുന്നതിൽ എങ്ങനെ പാർട്ടി പ്രതിരോധത്തിലാകുന്നത്? അന്നേരം അത് പാർട്ടിക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉള്ളെന്ന് പറയുന്നതിന് തുല്യമല്ലേ അത്? അല്ലല്ല, പാർട്ടിയെ ഞങ്ങൾ ഈ കാര്യത്തിൽ തുടക്കം മുതൽ ഈ കേസിനകത്ത് ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. സുധാകരനും BJPക്കാരും സതീശനുമടക്കം വണ്ടിപ്പെരിയാറ്റിൽ വന്ന് ഞങ്ങൾക്കെതിരായി പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. താങ്കൾക്ക് എങ്ങനെ ഈ വോയിസ് മെസ്സേജ് കിട്ടിയേ? അത് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള സഹാക്കന്മാർ തന്നെ ഒന്നും വെച്ചോളൂ.
അല്ല, നിങ്ങൾ ഏത് മാധ്യമത്തിന്റെ ആളാ? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ I2I ന്യൂസ് എന്ന് പറയും. ITV ന്യൂസ്. ആയിക്കോട്ടെ. അപ്പൊ അവര് വന്ന് ഇവിടെ സ്വാഭാവികമായി ഞങ്ങൾ സത്യസന്ധമായി കാര്യത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അവര് പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതല്ലാതെ ഞങ്ങൾ ആ കാര്യത്തിൽ വേറെ പ്രതിരോധമൊന്നുമില്ല. പക്ഷേ അതായത് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് CI ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പോക്സോ കേസ് ഒരു DYS, പ്രത്യേകിച്ച് ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ള ഒരു കുട്ടിയുടേതാകുമ്പോഴത്തേക്കും അത് DYSP റാങ്കിലുള്ള ആളാണ് അന്വേഷിക്കുന്നത്. ആ വീട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. വീട്ടുകാർ ഇപ്പോഴും പിന്നെ ശക്തമായ നിലപാടാണല്ലോ. പാർട്ടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റോ പോലീസിലോ അവർക്ക് വിശ്വാസമില്ലായ്മയില്ലല്ലോ. അവരന്ന് അവർ വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ? എവിടെ പറഞ്ഞു? അവരന്ന് ആ വിധി വന്ന ദിവസം അവര് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും വന്ന് അന്വേഷിക്കാവല്ലോ. അവര് വിധി വന്ന് മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ ഞങ്ങൾ അങ്ങനെ മുകളിലേക്ക് എടുക്കാറില്ല. കാരണം മാധ്യമങ്ങൾ ഞങ്ങളെ നന്നാക്കാൻ നിൽക്കുന്ന അല്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ CPM അനുകൂലമായിട്ടല്ല എല്ലാ മാധ്യമങ്ങളും നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും നോക്കി ശ്രദ്ധിച്ചു. വ്യക്തിപരമായ എന്റെ അഭിപ്രായം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും CIയുടെ ഭാഗത്തുനിന്ന് അത്രയും ഗുരുതരമായ സിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ പെശക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതുവരെ നമ്മുടെ മുമ്പിൽ ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും പൂർണ്ണമായി നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല. വരാത്തടത്തോളം കാലം നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഞങ്ങളുടെ അഭിപ്രായം വിധി പ്രസ്താവിച്ച ജഡ്ജി തന്നെ പറയുന്നത് ഇത്രയും പ്രശ്നമുണ്ട്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വിധിയുമായി ബന്ധപ്പെട്ട് പോലീസോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ സർക്കാരോ എന്തെങ്കിലും ചെയ്തു എന്ന് ഈ വാദിഭാഗം, അതായത് പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവര് അതിൽ പറയുന്നത് മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് യാതൊരു പരാതിയുമില്ല എന്നാണ്. എന്നാൽ വിധി വന്ന ആ ദിവസം ആ അമ്മയുടെ നിലവിളിയുടെ മുഴക്കം ആരുടെ ചെവിയിൽ നിന്നും പോകുവാൻ ഇടയില്ല. കൊച്ചിനെ കற்பഴിച്ച് കൊന്ന് കെട്ടി തൂക്കിയത് ആൾമാർക്കതിന്റെ സത്യം അവനെ കെട്ടി തൂക്കിയത് അറിയാവോ? ഞാൻ ചോറും കൊണ്ടു കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് പോയത് അറിയാവോ? 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ എന്ത് കിട്ടിയതാ അറിയാവോ? ഇന്നോർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ? ഇപ്പൊ നേരിയാ കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? കൊച്ചിനെ കற்பഴിച്ച് കൊന്ന് കെട്ടി തൂക്കിയത് ആൾമാർക്കതിന്റെ സത്യം അവനെ കെട്ടി തൂക്കിയത് അറിയാവോ? ഞാൻ ചോറും കൊണ്ടു കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് പോയത് അറിയാവോ? 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ എന്ത് കിട്ടിയതാ അറിയാവോ? ഇന്നോർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ? ഇപ്പൊ നേരിയാ കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെയ്തെന്നാണ് കേൾക്കുന്നത്. അതുപോലെ വീട്ടുകാരും നാട്ടുകാരും കൊല്ലാതിരിക്കുവാൻ ആ പിഞ്ചു കുഞ്ഞിനെ നശിപ്പിച്ച് കെട്ടിത്തൂക്കിയ മനുഷ്യമൃഗത്തെ പൊന്നുപോലെ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന പോലീസുകാരെയും കാണുക. അസ്വാഖ് ആലത്തെ നമുക്ക് കൊലക്കേറിന് എറിഞ്ഞു കൊടുക്കാം, കയ്യടി വാങ്ങാം. എന്നാൽ ഡിവൈഎഫ്ഐക്കാരനായ അർജുനെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കോരന്റെ നവജോർളത്തിൽ അന്തംഗമികൾക്ക് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ തല്ലാനും കൊല്ലാനും പിന്നെ ആരെ കിട്ടും? I2I News, an eye for truth. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.